ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെങ്ങനെ നല്ലൊരു പീനട്ട് ബട്ടർ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടും കുറഞ്ഞ ചിലവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മുടെ ഈ പീനട്ട് ബട്ടർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലക്കടലയാണ്. 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ നിലക്കടല എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പച്ച നിലക്കടലയാണ്. അപ്പോൾ നമുക്ക് ആ നിലക്കടല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിലക്കടല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പച്ച നിലക്കടല ആയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒന്ന് വറുത്തെടുക്കണം. അതല്ല നമ്മുടെ കയ്യിലിപ്പോൾ വറുത്ത നിലക്കടലയാണ് ഉള്ളതെങ്കിൽ കൂടി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് പീനട്ട് ബട്ടർ വാങ്ങുന്നതിനേക്കാളും നല്ല കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് പീനട്ട് ബട്ടർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിത്തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ ആ പുറംതോടിൻ്റെ ആ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു സമയത്ത് മൊരിഞ്ഞിട്ടുണ്ടാകും കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ നിലക്കടലയുടെ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് റൂം ടെമ്പറേച്ചറിലാകട്ടെ. അതിനുശേഷം നമുക്കിതിൻ്റെ പുറന്തോട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ അതിനുശേഷം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഇതിൻ്റെ പുറന്തോടൊക്കെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ നിലക്കടലയുടെ ആ തോടൊക്കെ ഒന്ന് മാറ്റി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മുടെ ഈ നിലക്കടലെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം തേനും കൂടിയാണ്. ഒരു 2-3 ടീസ്പൂൺ അളവിൽ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള തേൻ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുമ്പോൾ തേൻ ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തേനിന് പകരം നമുക്ക് ഒരല്പം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടിയാണ്. ഇനി നമുക്ക് ഈ ജാറിൻ്റെ ലിഡൊന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ലൈറ്റായിട്ട് ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ സൈഡിലുള്ളതെല്ലാം ഒന്ന് ഒതുക്കി നമ്മുടെ ജാറിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതായത് നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഞാനൊരു 10 സെക്കൻഡ് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഈ ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ നിലക്കടലയെല്ലാം ഇങ്ങനെ ബട്ടറായിട്ട് പീനട്ട് ബട്ടറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ സൈഡിൽ നിന്നെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫസ്റ്റ് സ്പീഡിലോ സെക്കൻഡ് സ്പീഡിലോ ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഈ നിലക്കടല ചൂടാകുന്നതിനനുസരിച്ച് അതിൽ നിന്ന് എണ്ണ ഉണ്ടാവും. ആ എണ്ണ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ ക്രീമി ആയിട്ടുണ്ടാകും കേട്ടോ. നമ്മൾ ഇതുപോലെ വീട്ടിൽ പീനട്ട് ബട്ടർ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീരെ കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കരുത്. അതായത് മിക്സിയുടെ ജാറ് ഇച്ചിരി ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ജാറിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നിലക്കടല എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് സൈഡിലേക്ക് നമുക്ക് അരയ്ക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ക്രീമി ആക്കി എടുക്കാനായിട്ട്. അതിൻ്റെ പേരിൽ എപ്പോഴും നമ്മൾ നിലക്കടല എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പീനട്ട് ബട്ടർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ വലിയ ചിലവിലാണ് നമ്മളിത് വാങ്ങുന്നത്. പക്ഷേ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഉറപ്പായിട്ട് ഇതുപോലൊരു പീനട്ട് ബട്ടർ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഫീഡ്ബാക്കായിട്ടൊന്ന് അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് നല്ലൊരു എയർടൈറ്റ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല, നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം 3-4 ആഴ്ച വരെ നമുക്കിത് കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.